ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ കാർ എത്തിച്ച് വിൽപ്പന നടത്തിയ കേസിന്റെ സൂത്രധാരൻ ആരാണ്? കള്ളപ്പണ ഇടപാടുകളായിരുന്നോ കാർ തട്ടിപ്പിന് പിന്നിൽ? ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളിൽ പലരെയും കസ്റ്റംസ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത ആഡംബര കാറിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അതിനിടെ പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. താൻ നിയമപരമായാണ് വാഹനം വാങ്ങിയതെന്നും രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. തന്റെ വാഹനം പിടിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത്. കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. നിയമവിധേയമായാണ് വാഹനം വാങ്ങിയതെന്നും ദുൽഖർ ഹർജിയിൽ വ്യക്തമാക്കുന്നു. താൻ നിയമപരമായി തന്നെയാണ് എല്ലാ ഇടപാടുകളും നടത്തിയിരിക്കുന്നതെന്നും ഹാജരാക്കിയ രേഖകളൊന്നും പരിശോധിക്കാതെ തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും ദുൽഖർ പറയുന്നു. ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട ദുൽഖറിന്റെ 4 വാഹനങ്ങളാണ് സംശയനിഴലിലുള്ളത്. 2 ലാൻഡ് റോവറുകളുടെയും 2 നിസാൻ വാഹനങ്ങളുടെയും വിവരങ്ങളാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊരു കാർ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ്. അടുത്ത ദിവസം ദുൽഖറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു കസ്റ്റംസ്. വാഹനം സംബന്ധിച്ച എല്ലാ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണെന്ന് ദുൽഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ദുൽഖറിന്റെ ഹർജിയിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. നടന്മാരായ പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇവയുടെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അമിത് കഴിഞ്ഞ ദിവസം കസ്റ്റംസിന് മുന്നിൽ ഹാജരായിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസറിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. താൻ കബളിപ്പിക്കപ്പെട്ടതാണെന്നും വ്യാജരേഖകൾ താൻ നൽകിയിട്ടില്ലെന്നും ഇയാൾ പറഞ്ഞു. റെയ്ഡിൽ ചലച്ചിത്ര താരങ്ങൾ, വ്യവസായികൾ, കാർ ഷോറൂമുകൾ എന്നിവരുടേത് ഉൾപ്പെടെ 36 കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. 188ഓളം കാറുകൾ സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയതായാണ് വിവരം. എന്നാൽ ഇതിൽ ഭൂരിപക്ഷവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇതേ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനകൾ കർശനമാക്കാനും കസ്റ്റംസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.